എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് വൈകി സാറേ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വേദിയിൽ ഇരിക്കുന്നതിൽ. കെ.സി. വേണുഗോപാൽ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം 21-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ്സിനകത്ത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തമായ മുഖമാണ്, അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. നമുക്കാദ്യം ഈ ഡൽഹി മുതൽ കേരളം വരെ എന്നാണ് ഈ ടോപ്പിക്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്ന് വീണ്ടും ഡൽഹിയിലേക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെ ഈ സെഷൻ നമുക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ തോന്നും സാറേ. നമ്മൾ ഇത്ര ഗൗരവമായിട്ടൊരു സെഷൻ ആയിരിക്കില്ല. നമുക്ക് വളരെ ലൈറ്റ് മോഡിൽ, സാർ എപ്പോഴും ഗൗരവമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് ലൈറ്റ് മോഡിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചൊക്കെ മുന്നോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം സാറേ. നമ്മൾ ഈ CPIM പോളിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാൻ ഇന്ന ആളുകളുണ്ട്. BJPയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് നിർമ്മിത ഇന്ന ആളുകളാണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പലപ്പോഴും ആളുകളുടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായ എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അങ്ങാണ്. ശരിക്ക് അങ്ങാണോ ഈ ഹൈക്കമാൻഡ്? ഞാൻ ധരിച്ചത് നാട്ടുകാരനും മട്ടന്നൂർക്കാരനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഒരു മൃദുത്വം കാണിക്കുന്നതായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ കളിയാക്കി തുടങ്ങിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അന്തിമമായി തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുന്ന ആൾ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അവ്യക്തത ആവശ്യമില്ല. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അതുപോലെ BJPയുടെ പോലെ ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ഇപ്പം നിലവിൽ വർത്തമാനകാല ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്താണ്? ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ വന്ന് പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ ടെലിവിഷൻ കാണുമ്പോൾ ഉള്ള വാർത്ത എന്താണ് പ്രധാനപ്പെട്ട? എനിക്കറിയില്ല. താങ്കളെയാണ് അത് ഏറ്റവും എഫക്റ്റ് ചെയ്യേണ്ടത്. ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എക്കണോമിക് റിവ്യൂ പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് അവർ പറയുന്ന ഒരു കണ്ടെടുത്തൽ, ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുടെ തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രയാസകരമായി നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് വിവരാവകാശ നിയമമാണ്. അതായത് ജനങ്ങൾക്ക് വിവരം അറിയാനുള്ള അവകാശം കൊടുത്ത ഒരു നിയമം. ഭരണാധികാരികളെ തീരുമാനിക്കാൻ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ജനങ്ങൾ അവർക്കെന്താണ് കിട്ടുന്നത് എന്നുള്ളതിന് അവർക്ക് കുറച്ച് അവകാശങ്ങൾ കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ UPA ഗവൺമെൻറ് കാലത്ത്. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ടു എംപ്ലോയ്മെൻ്റ് ഉണ്ട്, റൈറ്റ് ടു ഫുഡ് ഉണ്ട്. ഇതൊക്കെ വെറുതെ അല്ല. നിയമങ്ങൾ ഉണ്ടാക്കി, ആ നിയമങ്ങൾക്കനുസരിച്ച് റൂൾസ് ഉണ്ടാക്കി, ചട്ടങ്ങൾ ഉണ്ടാക്കി, അതിന് ഫണ്ട് നീക്കി വെച്ച് കാര്യങ്ങൾ നടത്തും. അതിനകത്ത് റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, മൻരേഗയുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അടുത്തതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു സർക്കാർ ഓഫീസിലെയും ഫയൽ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളായാലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നമായാലും ഒരു സാധാരണക്കാരൻ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു നിയമം അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഗവൺമെൻറ് കാഴ്ചപ്പാടാണ്. ഇത് ഈ രംഗത്ത് മാത്രമല്ല, കേരളം, ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇത്തരം ബഹുമുഖമായ പ്രശ്നങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുന്നൊരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് പോരാടുന്നുണ്ട്, ആ പോരാട്ടം തുടരും. അത് ഭരണം ഇരുന്നാൽ മാത്രമേ ഇത്തരം പോരാട്ടങ്ങൾ നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന പാർട്ടിയല്ല. ഭരണം വേണം പാർട്ടിക്ക്, പക്ഷേ ഭരണത്തിന് ഇല്ലെങ്കിലും ഈ പോരാട്ടങ്ങൾ നടത്തണമെന്ന് വിശ്വാസമുള്ള പാർട്ടിയാണ്. മറ്റൊരു സുപ്രധാനമായ ചോദ്യം, അങ്ങയെ സംബന്ധിച്ച് അങ്ങ് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന സമരങ്ങളെ അല്ലെങ്കിൽ പോരാട്ടങ്ങളെ ഇന്ത്യയിലാകെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ടോ? അല്ല, അത് കോൺഗ്രസിനെ ഇതെല്ലാം ഈ ചോദ്യങ്ങളൊക്കെ എവിടെയാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾക്കടക്കം നമ്മുടെ സോക്കോൾഡ്
ബുദ്ധിജീവികളെന്ന് പറയുന്ന അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സർക്കാരിനോടല്ല ഇഷ്ടം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോദ്യങ്ങൾ എളുപ്പം ചോദിക്കാൻ ഇഷ്ടം കോൺഗ്രസിനോടാണ്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ED വരില്ല, CBI വരില്ല, ഒരാളും വരില്ല. മാത്രമല്ല അവരിൽ നിന്നൊക്കെ ഇളവും കിട്ടും. കോൺഗ്രസിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ ഫലത്തിൽ ഞാൻ പറയുന്നത്, താങ്കൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം രാഹുൽ ഗാന്ധി തന്നെ പൊതുമധ്യത്തിൽ വിഷയങ്ങളാക്കുന്നതാണ്. പാർട്ടി അത് ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഈ പാർട്ടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങളാണ് പിന്തുണ തരേണ്ടത്. ഞങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സമൂഹ മാധ്യമം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, അവരുടെ റോൾ എന്താണ്? സാധാരണ ഞാൻ കേട്ടത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഗവൺമെൻറ്റുകളെ കറക്റ്റ് ചെയ്യാനും ആ കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഫോഴ്സസിനെ സ്ട്രെങ്തൻ ചെയ്യാനുമാണ് ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങൾ ശ്രമിക്കാറുള്ളത്. ഇപ്പം അങ്ങനെ വല്ലതുണ്ടോ? ഇപ്പം അവരുടെ ജോലി എന്താ വെച്ചാൽ ഓപ്പോസിഷനെയും കൂടി വീക്കൻ ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള ചോദ്യങ്ങളിൽ പെട്ടതാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിയോടെ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡ് കണ്ടാൽ മനസ്സിലാവും. മുഖ്യധാരാ മാധ്യമങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അല്ല, ഞാൻ സാറിനോട് ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം, ഇപ്പോൾ വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി സമീപകാലത്ത് ഇന്ത്യയിലൊരു നേതാവ് നടത്തിയ ഏറ്റവും മികച്ച പത്രസമ്മേളനങ്ങളിലൊന്നായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അതിൻ്റെ തുടർച്ച കാര്യമായി ഇല്ലാതെ പോകുന്നത്? ഞാൻ പറയാൻ കാരണം, ഇല്ലാതെ പോകുമെന്ന് പറഞ്ഞാൽ അത് പൊതുമധ്യത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് മാധ്യമങ്ങൾ വഹിക്കുന്ന വലിയ പങ്ക്. വോട്ട് ചോരി ആരോപണം ഞങ്ങൾ ഉന്നയിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുതന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു എക്സസൈസാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ പാർട്ടി എക്സസൈസാണ്. നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നതാണ്, നമുക്ക് ഈ വോട്ടിംഗ് ലിസ്റ്റുകൾ, മെഷീനൈസ്ഡ് വോട്ടിംഗ് ലിസ്റ്റുകൾ തരണമെന്നുള്ളതാണ്. നമ്മളുടെ പ്രിൻ്റഡ് വോട്ട് ലിസ്റ്റിന് പകരം ഇലക്ഷൻ കമ്മീഷനെ അത് എതിർത്തു. ഈ കണ്ടെത്തലുകൾ നമ്മൾ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ആ കണ്ടെത്തലുകൾ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇലക്ഷൻ കേസായേനെ, ആ സീറ്റ് തിരഞ്ഞെടുപ്പ് പോലും റദ്ദാക്കിയേനെ. പക്ഷേ തിരഞ്ഞെടുപ്പ് കേസുകൾക്ക് 6 മാസത്തെ കാലാവധികളുണ്ട്. ഞങ്ങൾ ഈ വോട്ടർ പട്ടിക പഠിക്കാൻ തന്നെ എടുത്തു 6-8 മാസം. പക്ഷേ അത്രയും സാധ്യമായ കാര്യമല്ല. അത്രയും ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടർ പട്ടിക മുഴുവൻ എടുത്ത് പഠിച്ച് അതിലെ ഡിസ്ക്രിപ്പൻസി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സസൈസിന് ശേഷം ആണ് ബീഹാറിൽ ഞങ്ങൾ വോട്ട് ചോറി യാത്ര നടത്തിയത്. വളരെ വിപുലമായ യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നു. അപ്പോൾ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ബീഹാർ ഈ ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ ഇപ്പോൾ ഇന്നലെ ഉന്നയിച്ച ഇലക്ഷൻ കമ്മീഷൻ അയച്ച ഒരു കത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ SIR എക്സസൈസ് നടക്കുകയാണ് കേരളം. അടിസ്ഥാനപരമായി ജനങ്ങൾ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം, വോട്ടെന്ന ആയുധം പോലും അവൻ്റെ കയ്യിലല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻഡ് ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കുന്നത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തുന്നുണ്ട്, പാർട്ടി പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പോരാട്ടങ്ങളെയെല്ലാം അടിച്ചമർത്തത്തക്കവണ്ണം ഉള്ള ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു. മുൻപ് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളെ തമ്മിൽ പോരാടുക, BJP വേഴ്സസ് കോൺഗ്രസ്, കോൺഗ്രസ് വേഴ്സസ് CPM. ഇന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്നത് BJPയെ മാത്രമല്ല. അവിടെ CBI ഉണ്ട്, അവിടെ ED ഉണ്ട്, അവിടെ ഇൻകം ടാക്സ് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഏറ്റവും ഒടുവിൽ സുതാര്യമായി ഇലക്ഷൻ നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഫോം C പോലും ബൾക്കായി പ്രിൻ്റ് ചെയ്ത്, ഫോം C ആളുകളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഫോം C പോലും ബൾക്കായി പ്രിൻ്റ് ചെയ്തിട്ട്, നേരത്തെ പ്രീ പ്രിൻ്റ് ചെയ്തിട്ട് അത് BJPയുടെ BLAമാർ വിതരണം ചെയ്ത് PLOമാർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ രാജസ്ഥാനിൽ ചൂണ്ടിക്കാണി. നിങ്ങൾ പറഞ്ഞു പാർട്ടി എന്ത് ചെയ്യുന്നു? രാജസ്ഥാനിൽ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളും മാർച്ച് നടത്തി, ഘരാവോ നടത്തി, ലാത്തിച്ചാർജ് നടന്നു, വലിയ മൂവ്മെൻറ്റായി. അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ടി വന്നു അവിടെ. ഇത് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭരണയന്ത്രത്തിൻ്റെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ നിൽക്കുമ്പോൾ, ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുമ്പോൾ, ഒരു ദിവസം കൊണ്ട് ഈ പോരാട്ടം വിജയത്തിലെത്തുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് വിജയിച്ചേ പറ്റൂ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് യഥാർത്ഥ വോട്ട് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ അധികാരം നിലനിർത്തിയേ പറ്റുള്ളൂ. ആ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ. നമുക്കിനി കുറച്ച് സമയം കേരളത്തിലേക്ക് വരാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു 90കളിലാം തോന്നുന്നു അങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്ങ്
പരാജയപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രദീപ് ഏട്ടനോടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്ങയുടെ തോൽവിയുടെ കാരണങ്ങളിലൊന്നായി പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എ ഗ്രൂപ്പ് കാലുവാരി എന്താണ്. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നുള്ളതാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയോ തളർത്തിയോ? നിങ്ങൾ ഇപ്പം അതിലും നിങ്ങൾക്കൊരു വിവേചനമുണ്ട്. ഇത് ശരിയാണ്. ഞാൻ കോഴിക്കോട് സർവകലാശാല യൂണിയൻ ചെയർമാനായി മത്സരിച്ചപ്പോൾ KSUവിന് ജയിക്കേണ്ട വോട്ടുണ്ടായിരുന്നു, KSU MSF. ആ കാര്യം ഞാൻ നിർഭാഗ്യവശാൽ സംഭവിച്ചില്ല. പക്ഷേ അന്ന് തോറ്റ ഞാൻ ഒരു പരാതിയായിട്ട് എവിടെയും പോയിട്ടില്ല. ഇന്ന് ഞാനിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുള്ള വലിയ പാഠം തന്നെയായിരുന്നു. നിങ്ങളിപ്പം പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയ ഗ്രൂപ്പ് യുദ്ധം, കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പുകൾ തമ്മിൽ പോരാടി, ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകൾ തമ്മിൽ പോരാടി, AI ഗ്രൂപ്പ്. ഇതേ കാര്യം CPM-ലാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് എന്താണ്? വിഭാഗീയത. ഇവിടെ ഗ്രൂപ്പ് പോരാട്ടം, അവിടെ വിഭാഗീയത. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ശബ്ദം അല്ലേ? ഞങ്ങളെക്കാളേറെ പൊരിഞ്ഞ യുദ്ധമല്ലേ അവിടെ നടക്കുന്നത്? ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാകും. ഒരു വലിയ പാർട്ടിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കും. അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കുറേയൊക്കെ അവലംബിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്ലാറ്റ്ഫോം വന്ന പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായത്. ചിലപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട്, ആശയങ്ങളുടെ പേരിലുള്ള സംഘർഷം ഉണ്ടാവാറുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പേരിൽ അത് സിൻഡിക്കേറ്റും ഇൻഡിക്കേറ്റും ഓർമ്മയുണ്ടാവുമല്ലോ. കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് ബാങ്ക് രാഷ്ട്രീയവൽക്കരണം വന്നപ്പോൾ പ്രീവി പേഴ്സൺ നിർത്തലാക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു വലിയ വിഭാഗം പറഞ്ഞു ഇത് ഇന്ത്യക്ക് പറ്റിയ പദ്ധതിയല്ല. അവിടെ കോൺഗ്രസ് ഡിവിഷൻ ഉണ്ടായി, ഗ്രൂപ്പ് പോരാട്ടം ഉണ്ടായി. പിന്നെ അത് പാർട്ടി പിളർപ്പിലേക്ക് പോയി. സംഘടനാ കോൺഗ്രസ് അങ്ങനെ ഉണ്ടായത്. അതുപോലെ ആശയങ്ങൾ വരില്ല. ഇതൊരു ആശയം, ഇത്തരം ആശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ പോലും ഇല്ലാതായി പോകുന്ന പാർട്ടികളില്ലേ കേരളത്തിൽ? അവിടെ വിഭാഗീയതയാണ്. അപ്പോൾ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ടുള്ള നേട്ടമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഗ്രൂപ്പുകൾ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഒരു ആരോഗ്യകരമായ മത്സരം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. എന്ന് വെച്ച് അനാരോഗ്യകരമായ ചില മേഖലകളിലേക്ക് പോയിട്ടുമുണ്ട്, ഞാൻ ആത്മവിമർശനമായി പറഞ്ഞാൽ. അപ്പോൾ അത് അനാരോഗ്യകരമായി പോകുന്ന ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കേണ്ടതാണ്. ആരോഗ്യകരമായിട്ടുള്ള ആശയ സംവാദം വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ പറയുന്നത് മുഴുവൻ കേൾക്കുക അതേപടി. ഒരാൾ തീരുമാനിച്ചാൽ, ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ ക്യാപ്റ്റനപ്പുറം വേറെ ഒന്നുമില്ല. അത് മോശമല്ലേ? അത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിൽ ഞങ്ങൾ വിശ്വസിക്കും. ഡിവിഷൻ ഉണ്ടാവട്ടെ, ഡിഫറൻസ് ഉണ്ടാവട്ടെ, ആശയപരമായ ഡിഫറൻസ് ഉണ്ടാവട്ടെ. പക്ഷേ ഫൈനൽ തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. അതുപോലെ തന്നെ സാറിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ മുമ്പൊക്കെ സാറിന് ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ 10-40 കൊല്ലമായിട്ട് അറിയുന്ന ആളാണ്. നമുക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാർത്തയായിരുന്നു. തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ ഒരു ഗ്രൂപ്പ് യോഗം, തൃശ്ശൂർ രാമനിലയത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു, കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇങ്ങനെ പല പല വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് വാർത്തകൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു കേൾക്കുന്നത് KC ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? KC എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം ഉദ്ദേശിക്കുന്നത്? KC വേണുഗോപാൽ ഗ്രൂപ്പ്. എൻ്റെ കുടുംബത്തിൻ്റെ പേരാണ് കുഴുമൽ ചട്ടടി, അതാണ് KC. ഞങ്ങൾ അറിയാലോ മലബാറിലത്തെ അമ്മ വീട്ടുകാരുടെ വീട്ടുപേരാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ഇനീഷ്യലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതല്ലാതെ അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളൊന്നും കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോഴില്ല. പിന്നെ ഞാൻ വെറും ഒരു ഹിപ്പോക്രാറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ആഗ്രഹിക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഞാനിപ്പം 13 വയസ്സാകുമ്പോൾ തുടങ്ങിയതാണ്. വിദ്യാർത്ഥി 8ാം ക്ലാസ്സിൽ മാധവമംഗലം ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടാണ് അന്ന് KSU സ്ഥാനാർത്ഥിയായിട്ട് പോയത്. അന്ന് 13 വയസ്സേ ഉള്ളൂ എനിക്ക്. ഇന്നിപ്പോൾ എനിക്ക് 63 വയസ്സായി. 50 കൊല്ലമായി സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാനുണ്ടായിട്ട്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ KSU പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നിന്നു. പാർട്ടി യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് അവസരിപ്പിക്കാൻ വന്നു. കേരളത്തിലെ മന്ത്രിയായിരുന്നു, 3 ടേം MLA ആയിരുന്നു ഇവിടെ, 3 ടേം MP ആയി, 4 ടേം MP ആയി, കേരളത്തിലെ മന്ത്രിയായി, കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ അവസരമുണ്ടായി. ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവില്ലേ?
വ്യക്തിപരമായി എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, എന്നോട് വ്യക്തിപരമായി അലോസരമുള്ളവരുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമല്ല. അത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഏത് നേതാവിനുള്ള. അതല്ലാതെ അതൊരു ഗ്രൂപ്പ് എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? എന്നോട് താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും 5 പേര് നിന്ന് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പാവും? ഇല്ല. ഗ്രൂപ്പാവുന്ന എപ്പോഴാണ്? അവർ സംഘം ചേർന്ന് അവർ അനഭിലഷണീയമായ പ്രവണതകളിലേക്ക് പാർട്ടി പോകുന്ന അവസ്ഥയുണ്ടാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് യോഗമൊക്കെ കൂടി മറ്റുള്ളവർക്കെതിരായിട്ടുള്ള പട നയിച്ച് പാർട്ടിക്കകത്തൊരു പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിനില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, പ്രതിപക്ഷ നേതാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, രമേശ് ചെന്നിത്തലയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ശശി തരൂരിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അടൂർ പ്രകാശിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സണ്ണി ജോസഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സുധാകരനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതെല്ലാം കൂടുന്നതല്ലേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കന്മാർക്കും പ്രാധാന്യമുണ്ട്. ആ നേതാക്കന്മാരുടെ എല്ലാം കോൺട്രിബ്യൂഷനുമുണ്ട്. അവരുടെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാം കോൺട്രിബ്യൂഷനുമുണ്ട്. ഇതല്ലാതെ അങ്ങ് പറയുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് കേരളത്തിലില്ല. ഇപ്പോൾ KC ഗ്രൂപ്പ് ഒട്ടുമില്ല. ഇപ്പോൾ വേണുഗോപാൽ സാറിനെ സംബന്ധിച്ച് അങ്ങ് പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്, വോളിബോൾ കളിക്കാരനായിരുന്നു, പിന്നെ രാഷ്ട്രീയം. ഇതെല്ലാം എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ വലിയ പാടുണ്ടോ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ചിക്കൻ കറി അലുവക്കറിയും പോലെയാണ്, അലുവയും പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വോളിബോൾ കളിക്കാൻ പറ്റൂല. അതെ ഞാൻ പറയുന്നത്, പഠിക്കുന്ന കാലത്തായിരുന്നു അത്. വോളിബോൾ കളിക്കുന്നതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ 1-2-3 പ്രാവശ്യമേ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാലോ, നമ്മുടെ ചെറുതാഴത്ത് മണ്ടൂർ, ഞാൻ കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ കളിക്കാൻ പോയി. ടൂർണമെൻറ്റ് നടത്തുന്നത് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ടൂർണമെൻറ്റ് നടത്തുന്നത്. കോളേജിൽ ഫൈറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്മാഷ് ചെയ്യാൻ പോയാൽ എല്ലാവരും നിന്ന് കൂവുമായിരുന്നു. എൻ്റെ കളി ഞാനിപ്പോൾ ഓർക്കുന്നത് അത്. കണ്ണൂരിലത്തെ തീവ്ര രാഷ്ട്രീയത്തിൽ സ്പോർട്സിലും പോലും അവർ വിടാറില്ല. പക്ഷേ അന്നും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കോളേജിൽ അഡ്വാൻറ്റേജ് ആയത് ഒരു കളിക്കാരൻ എന്നുള്ള എൻ്റെ മെറിറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കളി രാഷ്ട്രീയത്തിൽ എനിക്ക്, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ വോളിബോൾ കളി ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു. പക്ഷേ ഇപ്പോഴും എവിടെയെങ്കിലും കൂടെ കാറിലൂടെ പോകുമ്പോൾ വോളിബോൾ കളിക്കുന്ന ഒരു സ്ഥലം കണ്ടാൽ ഞാൻ കാർ നിർത്തി ആ കളി കാണും. ആ ക്യൂരിയോസിറ്റി ഉണ്ട്, ആ പാഷൻ ഉണ്ട് ഇപ്പോഴും മനസ്സിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ കണ്ണൂർ പൂർണ്ണമായിട്ടും വിട്ടാ ഇപ്പോൾ ആലപ്പുഴ തന്നെ? ഒരിക്കലുമില്ല. ഞാൻ പിന്നെ ഡൽഹിയിലായാലും ആഗ്രഹിക്കുന്നത് നാട്ടിൽ വരണം എന്നാണ്. ആലപ്പുഴയിലും കണ്ണൂരും വീട്ടിലും തറവാട്ടിലും ആ ചുറ്റുപാട്ടുള്ള ഗ്രാമങ്ങളിലൂടെയും അവിടെ രാവിലെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ കൂടെ പഠിച്ചവരെ കാണുക, അവരുടെ പിന്നെ 2 ചൊറ പറഞ്ഞിരിക്കുക. നല്ല ചക്ക കിട്ടും, ഇപ്പോഴത്തെ ചക്കയുടെ സീസൺ ആകാൻ പോവാണ്. അതെല്ലാം തന്നെയാണ് നമ്മുടെ ജീവിതം, അല്ലാതെ വേറെന്ത് ജീവിതം? ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വന്നാൽ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു നമ്മൾ സെമി കേഡർ സംവിധാനത്തിലോട്ട് നീങ്ങുകയാണെന്നൊക്കെ. പക്ഷേ ഈ സെമി കേഡർ സംവിധാനത്തിലോട്ട് നീങ്ങുമ്പോഴും ഞാൻ കോൺഗ്രസ്സിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം വേദിയിലൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ വേദിയിൽ കുറേ നേതാക്കന്മാരുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് പങ്കെടുത്ത കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ വിഷയം ഞാനൊരു എപ്പിസോഡൊക്കെ ചെയ്താണത്. ഞാൻ പറയുന്നതേ, ഇങ്ങനെ നേതാക്കന്മാർ കൂടുതൽ വേദിയും കുറച്ച് പേര് സദസ്സിലും. അപ്പം ഇതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയുടെ രാഷ്ട്രീയവും കോൺഗ്രസും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തിരുത്തേണ്ട ഒരു കാര്യമാണ്. താങ്കളിപ്പോൾ സൂചിപ്പിച്ച കാര്യം ഞങ്ങളടക്കം സ്വയം വിമർശനപരമായി തിരുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും നേതാക്കന്മാരാകുന്നത് എങ്ങനെയാണ്? നമ്മളെ കേൾക്കാനിരിക്കുന്ന, നമ്മളെ കാണാനിരിക്കുന്ന അണികളിൽ നമ്മളെക്കുറിച്ച് താല്പര്യം ജനിപ്പിച്ചിട്ടാണ് നേതാവാകേണ്ടത്. അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ്. ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ഒരു അപഹാസ്യമാക്കുന്ന രീതിയിലൂടെ ചിലപ്പോൾ പോകാറുണ്ട്, അതിന് കഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആ കോഴിക്കോട് സംഭവം പോലും ഞങ്ങൾക്കൊരു അനുഭവമായിട്ട് പിന്നെ പാർട്ടി നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതിന് പരിധിവരെ ഉത്തരവാദികൾ നിങ്ങളാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. ആ ക്യാമറ കാണുമ്പം ഒരു ട്രെൻഡ് വരും എല്ലാവർക്കും. അറിയാതെ വന്നു എൻ്റെ മുഖം കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന്. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോദിക്കും, നിങ്ങൾ ആ പരിപാടിക്ക് പോയിട്ട് നിങ്ങളെവിടെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കൂലേ? ചോദിക്കാറുണ്ട്. നിങ്ങളെ പരിപാടിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഥകളൊക്കെ ഇട്ടിട്ട്, പക്ഷെ നിങ്ങളെവിടെ ആരെയും കണ്ടില്ല. അത് എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമല്ലേ? അപ്പോൾ അത് പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പോലെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാട്, നമ്മളെ നോക്കുന്ന ജനങ്ങളുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരായാലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കറക്റ്റ് ചെയ്യണമെന്നാണ്. ഞങ്ങളത് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കഴിയാവുന്നത്ര അത് കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം, ആ വേദിയിൽ മിക്കവാറും
പുരുഷന്മാരായിരിക്കും. അത് നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അവസ്ഥ കൂടിയാണ്. ഞാനത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം അവസ്ഥയല്ലത്. നമ്മുടെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് വേദിയുടെ മുൻനിരയിൽ എവിടെയും ഇല്ലാതെ പോകുന്നത് രാഷ്ട്രീയത്തിൽ, നമ്മൾ ഇത്ര കാലമായിട്ടും? അല്ല, അത് താങ്കൾ ഇപ്പം വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ കേരളം എല്ലാ കാര്യത്തിലും മുന്നിലാണെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളത്ര പോലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുൻനിരയിൽ സ്ത്രീകൾ ഉണ്ടാവുന്നതാണ് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളേറ്റവും കേപ്പബിളായിട്ട് അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് ഈ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ റിസർവേഷൻ വന്നതുകൊണ്ട് 33% കഴിവുള്ള സ്ത്രീകൾ എല്ലായിടത്തും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീകൾ തന്നെ അസംബ്ലി പാർലമെൻറ്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ ഇവരെയൊന്നും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പാർട്ടികൾ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയിൽ ആത്മവിമർശനപരമായിട്ട് തന്നെ അതും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ നൽകിയ സ്ത്രീ പ്രധാനമന്ത്രിയെ നൽകിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. എത്രയോ വർഷങ്ങൾ കോൺഗ്രസിനെ നയിക്കാൻ സ്ത്രീകളെ തിരഞ്ഞെടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. മുഖ്യമന്ത്രിമാരെ ഒരുപാട് പേര്. പക്ഷേ എന്നിരുന്നാലും താഴെത്തട്ടിൽ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലും അതുപോലെ തന്നെ താഴെത്തട്ടിലുമൊക്കെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം കുറവായ സാഹചര്യം വളരെ ഗൗരവതരമായി ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കഴിവുള്ള സ്ത്രീകളെ ഒരു സുപ്രഭാതത്തിൽ ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയും. പക്ഷേ ഇത് മാറിയേ പറ്റുള്ളൂ. ഗ്രാജുവലായിട്ട് ഈ സിസ്റ്റം മാറി കഴിവുള്ള സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ മുൻനിരയിൽ തന്നെ ഇരുത്തേണ്ട ഒരു പൊളിറ്റിക്കൽ വില്ല് കോൺഗ്രസ് കാണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മറ്റൊരു എനിക്ക് അങ്ങയെ കാണുമ്പോൾ ചോദിക്കണം എന്ന് തോന്നിയൊരു ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയെ നമ്മളൊക്കെ വിഷ്വലിൽ മാത്രമേ കാണുന്നു. രാഹുൽ ഗാന്ധിയെ പല കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ് താങ്കൾ. ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ അദ്ദേഹം അനുഭവിച്ചതുപോലെയുള്ള തോൽവി, അദ്ദേഹം നേരിട്ടതുപോലെയുള്ള വിമർശനങ്ങളൊന്നും ഇന്ത്യയിൽ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും നേരിട്ടിട്ടുണ്ടാവില്ല. ഈ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക അവസ്ഥ എന്താണ്? എങ്ങനെയാണ് അദ്ദേഹം കൂടുതൽ കരുത്താവും? ഞാൻ കണ്ട രാഹുൽ ഗാന്ധി അതാണ്. തിരിച്ചടികൾ അലോസരപ്പെടുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. ഏതൊരു രാഷ്ട്രീയ നേതാവിനും തിരിച്ചടികൾ അലോസരപ്പെടും. റിസൾട്ട് ആഗ്രഹിച്ചു ജോലി ചിലപ്പോൾ ഇപ്പം ഹരിയാന ഇലക്ഷൻ ഞങ്ങളല്ല, ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. ആ റിസൾട്ട് ഞങ്ങൾക്ക് എതിരായിട്ട് വന്നു. 1% വോട്ടിനാണ് ഞങ്ങൾ തോറ്റതെങ്കിലും ഞങ്ങൾക്ക് എതിരായിട്ട് വന്നപ്പോൾ വിഷമമുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ വിഷമത്തിന് ശേഷമുള്ള അദ്ദേഹത്തിനെ കോർണർ ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ കൂടുതൽ കരുത്തുള്ള രാഹുൽ ഗാന്ധിയായിട്ടാണ്. ഇപ്പം BJP ഹാൻഡിലുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഉപയോഗിക്കുന്ന ഭാഷ, ലാംഗ്വേജ്, എന്തിനാ പറയുന്നത്? സ്വന്തം MP സ്ഥിരം പോലും അവർ ഡിസ്ക്വാളിഫൈ ചെയ്തില്ലേ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഒരാളൊരു പ്രസംഗിച്ചതിൻ്റെ പേരിൽ പാർലമെൻറ്റിലെ അംഗത്വം പോലും റദ്ദാക്കിയ നാടാണിത്. 29ഓളം കേസുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പല ആളുകൾ. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ തളർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്ത യാത്രയ്ക്കുള്ള ശക്തമായ തയ്യാറെടുപ്പാണ് പുള്ളിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണാറുള്ളത്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കാണാറില്ല, പുള്ളി വായിക്കും. പുള്ളി വായനയുടെ ലോകത്തേക്ക് പോകും, നല്ല പുസ്തകങ്ങൾ വായിക്കും. ഇപ്പം ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങ് CPIM-ൻ്റെ പല നേതാക്കളെയും വിമർശിക്കേണ്ടതായി വരും. കേന്ദ്രത്തിൽ പോയാൽ നിങ്ങളൊരു സഖ്യത്തിലാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ, മാനസിക സംഘർഷത്തിൽ അങ്ങ് ചെന്നെത്തിപ്പെടാറുണ്ട് ഈ ഒരു അവസ്ഥ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഞങ്ങളൊരു ഒളിച്ചുകളി നടത്തുന്നതല്ലല്ലോ. ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ദേശീയ അടിസ്ഥാനത്തിലുള്ളൊരു സഖ്യമാണിത്. സംസ്ഥാനങ്ങളുടെ പാർട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇപ്പം ബംഗാളിൽ മമതയായിട്ട് ചേരാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ചേരാൻ പറ്റില്ല, ഞങ്ങളും അവിടെ അഭിപ്രായ വ്യത്യാസമാണ്. ഇവിടെ CPM-ആയിട്ട് ഞങ്ങൾക്ക് ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ നമ്മുടെ ദേശീയ തലത്തിലുള്ളൊരു മുഖ്യ ശത്രുവായിട്ട് രാജ്യത്തിന് തന്നെ അപകടകരമായ രീതിയിലേക്ക് അവർ രാജ്യത്തെ വിഭാഗീയതയിലേക്കും വിഘടനവാദത്തിലേക്കും നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ യോജിക്കേണ്ടത് സംസ്ഥാനങ്ങളിലെ അകൽച്ചയേക്കാൾ ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ദേശീയ സഖ്യം മാത്രമാണ്. സംസ്ഥാനങ്ങളിൽ ഡിഫർ ചെയ്യേണ്ടടുത്ത് ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ
പിന്നെ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഐക്യമായിട്ടല്ല ഞങ്ങൾ ദേശീയ തലത്തിലൊരു ഐക്യമായിട്ടാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ? സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം കുറേ കൂടി കരുതലോട് കൂടിയിട്ടാണ് പാർട്ടി നീങ്ങുന്നത്, മുന്നണിയും നീങ്ങുന്നത്. പ്രിപ്പറേഷൻസൊക്കെ മുന്നോട്ട് പോവുകയാണ്. ക്യാമ്പയിൻ ആയാലും കാൻഡിഡേറ്റ് സെലക്ഷൻസ് ആയാലും ഇലക്ഷനറിങ്ങിൻ്റെ സെലക്ഷൻസ് ആയാലും ഒക്കെ തന്നെ അതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിൽ എത്തിയ ആളാണ്, മന്ത്രിയായ ആളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭ വഴി പോകുമ്പോൾ, നിയമസഭാ മന്ദിരം കാണുമ്പോൾ നൊസ്റ്റാൾജി ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. മാതാമംഗലം സ്കൂളിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അവിടെ നൊസ്റ്റാൾജി ഉണ്ടാവും, അവിടെ പഠിച്ചതല്ലേ. പയ്യന്നൂർ കോളേജിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ നൊസ്റ്റാൾജി ഉണ്ടാവും. പയ്യന്നൂർ കോളേജിൽ MSc വരെ പഠിച്ചതാണ്, ഒരുപാട് അടിയൊക്കെ കിട്ടിയതാണ് അവിടുന്ന്. അപ്പോൾ വർക്ക് ചെയ്യും നൊസ്റ്റാൾജിയാണ്. ആലപ്പുഴ വരെ വരുമ്പോൾ എന്നെ ജയിപ്പിച്ച എന്നാക്കിയ നാട്ടിലൂടെ വരുമ്പോൾ അവിടുത്തെ നൊസ്റ്റാൾജിയുണ്ട്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ടുള്ള മന്ത്രിയായിട്ട്, നിയമസഭ മുമ്പിൽ വരുമ്പോൾ അവിടെ പാർലമെൻറ്റിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അത് മനുഷ്യ സഹജമല്ലേ. നമ്മൾ പ്രവർത്തിച്ച മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മകൾ വരിക എന്ന് പറഞ്ഞാൽ അൾഷിമേഴ്സ് ഇല്ലല്ലോ ഇപ്പോൾ. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങ് മത്സരിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം അതാണ്. അങ്ങ് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയൊരു മത്സരമൊക്കെ കഴിഞ്ഞ് ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ അങ്ങ് പോകുമോ? ആദ്യ ചോദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഗം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. അപ്പോൾ അതിനകത്ത് വീഴുന്ന ആളല്ല ഞാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 10 കൊല്ലക്കാലമായിട്ട് കേരളത്തെ മുരടിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, കേരളത്തിൽ ഒരിക്കലും ഡിക്റ്റേറ്റർഷിപ്പ് ഭരണം ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്നത്. അന്ന് പോലും കരുണാകരനെ ആരും ഏകാധിപതി എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു ഭരണത്തിൻ്റെ മോചനമാണ് കേരളത്തിന് അനിവാര്യമായിട്ടുള്ളത്. കേരളം ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശമ്പളമില്ല, ജോലിയുമില്ല. ഏജൻസി പോപ്പുലേഷൻ അവരെ നയിക്കാനുള്ള ഒരു പദ്ധതിയും 10 കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ ആശുപത്രികളിലേക്ക് ചികിത്സിക്കാൻ പോയാൽ അവിടെ ചികിത്സ കിട്ടാറില്ല. ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലൂടെ വായിച്ചു. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ മാധ്യമങ്ങളോട്. ഇത് ബഡ്ജറ്റല്ല, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ അടിച്ചാൽ ഗവൺമെൻറ് വരാൻ ഇനിയിപ്പം ഒരു 2 മാസമേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അടുത്ത ഗവൺമെൻറ്റാണ് ഈ ചെയ്യേണ്ടതെല്ലാം. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റാണ്. ഒരു ചിലവ് ഈ ഗവൺമെൻറ്റിനില്ല. 5 കൊല്ലം ചെയ്യാത്ത കാര്യം ശമ്പള പരിഷ്കരണം 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് ചെയ്യുന്ന ശമ്പള പരിഷ്കരണം 1.5 കൊല്ലം നീട്ടി വെച്ചിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രയോറിറ്റി ജനങ്ങൾ നോക്കുന്നൊരു മാറ്റമുണ്ട്. കേരളത്തിൽ ഒരു മാറ്റം വേണം, അതിലുണ്ടാക്കുന്നതാണ്. അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുമായിട്ട് നിങ്ങളെല്ലാം വരുന്നു ഞങ്ങൾക്കറിയാം. ആ കുത്തിത്തിരിപ്പിൽ വീഴില്ല. അല്ല, ഞാൻ പറയാൻ കാരണേ വേറൊരു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പാണ്. എന്നാലും ചോദ്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അവസ്ഥ വെച്ച് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയാകുക. നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു മറുപടി എന്താ പറഞ്ഞാൽ, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെന്താണ്, എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ ഇതിനകത്ത്? അല്ല, ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. പാർട്ടി സിസ്റ്റമുണ്ട്. പാർട്ടി നേതാക്കന്മാർക്കെല്ലാം അതിനെ കൃത്യമായി ബോധ്യമുണ്ട്. പാർട്ടി ദേശീയതല മീറ്റിങ്ങുകളിൽ ഇത് കൃത്യമായിട്ട് ആവർത്തിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് CM സെലക്ഷന് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിന് ഞങ്ങൾ വിട്ടുപോകേണ്ട കാര്യമില്ല. ആ പ്രൊസീജിയർ എല്ലാ കാലത്തും പാലിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ആ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആ പ്രൊസീജിയറിന് അങ്കലാപ്പ് കണ്ട കേരളത്തിലെ ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ മുഖ്യമന്ത്രി വരും, ഒരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ അങ്ങ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് അങ്ങ്. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ബീഹാറിൽ നിന്ന് വന്ന വാർത്ത, കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചവരൊക്കെ ഭരണകക്ഷിയിലേക്ക് പോയി എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നേതാക്കന്മാർക്ക് പോലും? അല്ല, അത് വാർത്തയല്ലേ നിങ്ങൾ പറയുന്നത്, അതാണ് നിങ്ങളുടെ കുഴപ്പം. നന്നായി ആ ചോദ്യം ചോദിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങളാണ് മറ്റ് മാധ്യമങ്ങളല്ല അത് പറഞ്ഞത്. കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് 6 MLA മാർ ജയിച്ചത് 6 പേരും ഒന്നിച്ച് പാർട്ടി വിടുന്നു. ഞാനന്ന് കേരളത്തിലാണുള്ളത്. അപ്പോൾ എനിക്ക് വിവരമില്ല. ഞാനപ്പോൾ തന്നെ ഇൻചാർജിനെ വിളിച്ചു, അവിടുത്തെ PCC പ്രസിഡന്റിനെ വിളിച്ചു. അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഞാൻ പറയും ഇങ്ങനെ വാർത്ത വരുന്നത്. സോ ആ വാർത്ത വരാൻ കാരണമുണ്ട്. ഒരു മീറ്റിംഗ് PCC വിളിച്ചിരുന്നു. അവിടെ 6 MLA മാരിൽ 4 പേരെ വന്നുള്ളൂ, 2 പേര് വന്നിട്ടില്ല.
ഇപ്പോൾ രണ്ടുപേരും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു പ്ലാൻ ന്യൂസ് വന്നു. അത് നമ്മളെ മാധ്യമങ്ങളിലടക്കം, കേരളം മലയാള മാധ്യമങ്ങളിലടക്കം അതിനൊരു ലക്ഷ്യമുണ്ട് സാറേ. ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിൽ ആരായ MLA-മാരെല്ലാം BJP പോകുന്നു എന്ന് ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ. ഞാൻ അവരുടെ എല്ലാം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇതേ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ല. പലരും 6 MLA-മാരും കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കൂടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത് 2 മണിക്കൂർ പടമെടുത്ത് മാധ്യമങ്ങൾക്ക് പറഞ്ഞ് ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇതാ ഈ 6 MLA-മാർ, ഇവരാരും വിട്ട് പോയിട്ടില്ല. പക്ഷേ ആദ്യം കൊടുത്ത മാധ്യമങ്ങൾ അത് കൊടുത്തില്ല. ഇതെന്തു മാധ്യമ പ്രവർത്തനമാണ്? നിങ്ങൾ വാർത്ത കൊടുത്തോ, നിങ്ങൾ അറിയുന്ന വാർത്ത കൊടുത്തോ, പക്ഷെ അത് വാർത്ത ശരിയല്ല എന്ന് കണ്ടാൽ ആ ശരിയല്ല എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? ഇല്ല. ഈ 6 MLA-മാരുടെ മീറ്റിംഗ് കൂടിയിട്ട് അവരാരും പോയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ. അല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്. അത് ഇന്നുള്ള സാഹചര്യം അല്ലല്ലോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സംഘടനാ കോൺഗ്രസ് ഉണ്ടായത് എങ്ങനെയാണ്, ബറുവ കോൺഗ്രസ് ഉണ്ടായത് എന്താണ്. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും സ്പ്ലിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകും, കുറച്ച് ആളുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുള്ളവരുണ്ടാവും, സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരുണ്ടാവും. പല ഘട്ടത്തിൽ ഈ വലിയൊരു പാർട്ടിയാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ചിലർ ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊടുത്തതാണ് ഗുലാം നബി ആസാദിൻ്റെ, ഡോക്ടർ അമരീന്ദർ സിംഗ്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടെയും കുറ്റം നിങ്ങൾ കോൺഗ്രസിനെയാണ് കാണുന്നത്. സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ വേറെ പാർട്ടി മാറുന്നവർക്ക് ഒരു കുറ്റമില്ല. പണ്ട് അങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ, ഒരാൾ പാർട്ടി വിട്ടുപോയാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പം അവരെ ഗ്ലോറിഫിക്കേഷനാണ്. ഇത്രയും കാലം ആശയങ്ങൾ പറഞ്ഞിട്ട് ഒരു കസേര കിട്ടാതിരുന്നാൽ അപ്പോൾ പാർട്ടി മാറാൻ ചിന്തിക്കുന്നവരുണ്ട്, പാർട്ടി മാറുന്നവരുണ്ട്. അവർക്കല്ല കുഴപ്പം, ഈ പാർട്ടിക്കാണ് കുഴപ്പമെന്നാണ് നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ മാറിയല്ല 3-4 ആൾ BJP-യിലോട്ട് പോയല്ലോ. ഇപ്പോൾ അടുത്താൽ ഞങ്ങളെ പാർട്ടിയിൽ നിന്നാണോ പോയത്? അല്ലല്ലോ. ഇരുമ്പ്, അച്ചടക്കം, കേഡർ, ഇതൊക്കെ പോയ പാർട്ടി. ബംഗാളിലത്തെ BJP ഓഫീസ് ആരതാ? ബംഗാളിൽ കഴിഞ്ഞ ദിവസം T. പത്മനാഭ മാഷ് കണ്ണൂർ വെച്ച് പറയുണ്ടായി, ഞങ്ങളാരും പറഞ്ഞതല്ല. ബംഗാളിലൂടെ ഒന്ന് യാത്ര ചെയ്താലേ അവിടുത്തെ BJP-യുടെ എല്ലാ ഓഫീസുകളും CPM-ൻ്റെ ഓഫീസുകളായ പഴയ ഓഫീസുകളാണ് ഇപ്പം BJP ഓഫീസായിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ് മൊത്തം വോട്ട് പെർസെൻറ്റേജ് എടുത്തു നോക്ക്. BJP-യുടെ വോട്ട് പെർസെൻറ്റേജ്, CPM-ൻ്റെ വോട്ട് പെർസെൻറ്റേജ്. ഇപ്പോൾ നേരത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായി നടത്തിയ ഇലക്ഷനിലെ വോട്ട് പെർസെൻറ്റേജ് BJP CPM ചോർച്ച കൃത്യമാണ്. CPM-ൻ്റെ വോട്ട് ഷെയറാണ് കംപ്ലീറ്റ് BJP-യിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിനെ മാത്രം വരുമ്പോൾ ഈ ചോദ്യം. നമ്മുടെ സമയം ഇനി ഒരു 10 മിനിറ്റ് കൂടിയൊക്കെ ഉള്ളല്ല, നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാനായിട്ടില്ല. അതിന് മുമ്പ് എൻ്റെ 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ സാമുദായിക നേതാക്കളുമായിട്ട് അങ്ങേക്ക് നല്ല ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വളരെ രൂക്ഷമായി പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെയൊക്കെ അവസാനം പറഞ്ഞത്, KC വേണുഗോപാൽ എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല, മറ്റു ചില നേതാക്കളുടെ പേരും പറഞ്ഞു. അങ്ങനെ സാമുദായിക നേതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണോ? അല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് സാമുദായിക നേതാക്കന്മാരല്ല, രാഷ്ട്രീയ എതിരാളികളായ നേതാക്കന്മാരുമായിട്ട് പോലും കലഹിക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടാവാതിരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുക. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, മുമ്പത്തെ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് എന്നോട് ചോദിക്കുന്നു. മനസ്സിലായില്ല? അദ്ദേഹം അതിന് മുമ്പൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും, ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയവരാണ്. അത് കേട്ടിരുന്നോ? അല്ല, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ തൊട്ടു മുമ്പിലുള്ള പ്രസ്താവന, ഈ പ്രസ്താവനക്ക് തൊട്ടു മുമ്പിലുള്ള പ്രസ്താവനയാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടി. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിലാണ്, എൻ്റെ മണ്ഡലത്തിലല്ലേ, കണിച്ചുകുളങ്ങര. അദ്ദേഹം പല ഇലക്ഷനിലും എന്നെ നേരിട്ട് എതിർത്തതാണ്. നേരിട്ടല്ല, വെർച്വലായി, വെർബലായിട്ട്. അത് ഏറ്റവും നന്നായി അറിയുന്ന ആലപ്പുഴക്കാർക്കാണ്. അത് അദ്ദേഹവും പറഞ്ഞതിനോട് കഴിഞ്ഞ, അത് നിങ്ങൾ പറയുന്നില്ല. പണ്ട് പിണറായി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാറില്ല, ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് മാധ്യമങ്ങളിൽ നിന്ന്. ഇപ്പം റിയലാണത്. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ സമുദായ നേതാക്കന്മാരെന്നല്ല, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ നിലപാടുണ്ട് എല്ലാത്തിനും. അതെൻ്റെ പാർട്ടിയുടെ നിലപാടാണ്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്.
എൻ്റെ പാർട്ടി നിലപാടെടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടിക്കകത്ത് പറയും, ശക്തമായിട്ട് പറയാറുണ്ട്. അത് പി ആറിന് വേണ്ടി പറയാറില്ല. എനിക്ക് ഓരോന്നിനും നിലപാടുണ്ട്. എൻ്റെ പാർട്ടി നിലപാടെടുക്കുമ്പോൾ എൻ്റെ നിലപാട് രജിസ്റ്റർ ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. കൃത്യമായി ഇതാണ് എൻ്റെ നിലപാട്. ഇതിലെല്ലാത്തിലും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ വഹിക്കുന്ന പദവി വെച്ച് എനിക്കതൊന്നും പരസ്യപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാമുദായിക സംഘടനാ നേതാക്കന്മാർ അവരുടെ അഭിപ്രായ വ്യത്യാസമുള്ള സമയത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസം പറയാൻ ഒരു മടിയും കാണിച്ചിട്ടുള്ള ആളല്ല ഞാൻ. അതറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അങ്ങ് ഒരുപാട് വിമർശനങ്ങളെ അല്ലാതെയും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരാളാണ്, തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അല്ലാത്ത രീതിയിലൊക്കെ. എങ്ങനെയാണ് ഈ വിമർശനങ്ങളൊക്കെ നേരിടുന്നത്? നല്ലതല്ലേ? വിമർശനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. സിൻസിയറായിട്ടുള്ള വിമർശനങ്ങളുണ്ടാവും. ഇപ്പം നമ്മളെല്ലാം അമാനുഷികരല്ല. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധവമംഗലം സ്കൂളിലും പയ്യന്നൂർ കോളേജിലും ഒക്കെ പഠിച്ച് ആ കൊച്ചു ഗ്രാമത്തിൽ വളർന്ന് അവിടുത്തെ സ്കൂളിൽ പഠിച്ച്, ഇംഗ്ലീഷ് മീഡിയമൊന്നുമല്ല, സാധാരണ സ്കൂൾ, സർക്കാർ സ്കൂളുകളാണ്, കോളേജുകളും അത്. അങ്ങനെ പഠിച്ചു വന്ന ഒരാൾ ഇന്നിപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു പദവിയിൽ ഇരിക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. നമ്മൾ പ്രവർത്തിക്കുന്ന വഴികളിലൂടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അംഗീകാരമൊക്കെ തന്നെ നമുക്ക് ആവശ്യത്തിലധികം പാർട്ടി തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസക്കാരാണ്. അപ്പോൾ അവർ പാർട്ടിക്കകത്തുള്ള ആശയവിനിമയമല്ലാതെ വേറെ ആശയവിനിമയം ഞാൻ പുറത്ത് നടത്താറില്ല. ഇനിയിപ്പം കുറച്ച് പൊളിറ്റിക്കലായിട്ട് ചോദ്യമാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴേക്കെത്തും? വേഗത്തിലെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് പ്രൊസീജിയറുണ്ട്, സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി സ്ക്രീനിങ് കമ്മിറ്റി പ്രോസസ്സിലോട്ട് പോകും. ഞങ്ങൾ ആദ്യത്തിൽ ഫെബ്രുവരി ഒരു പകുതിയോടുകൂടി കുറേ സീറ്റുകളെങ്കിലും പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിട്ടുപോയ ചോദ്യങ്ങളുണ്ടാവാം, നമുക്ക് ചോദിക്കാം. നമസ്കാരം കെ.സി. സാർ, ഞാൻ രജിൽ, കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. ഇപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്. നിരവധി ചെറുപ്പക്കാരാണ് തൊഴിലില്ലാത്തത്. ഇപ്പം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ദരിദ്രരുടെ പട്ടികയിൽ പെടാതെ പോകുന്നവരുണ്ട്. അതുപോലെയാണ് തൊഴിലില്ലാത്ത ആൾക്കാർ. വികസനത്തിൻ്റെ കണക്കുകളിലും നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഇതിലൊന്നും നമ്മൾ തൊഴിൽ രഹിതരുണ്ടാവില്ല. അപ്പം കോൺഗ്രസ് പാർട്ടി ഈ തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരാനും സാമ്പത്തികമായി മുന്നേറാനും വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. തൊഴിലില്ലായ്മ തന്നെയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കേരളത്തിലാകുമ്പോൾ അത് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയും കൂടി കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ലോകം കണ്ട ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് പ്രോജക്റ്റായിരുന്നു മൻരേഗ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു പഞ്ചായത്തിൽ, ഒരു ചെറിയ പഞ്ചായത്തിൻ്റെ വിഷയം എടുത്താൽ, ഞാൻ നമ്മൾ ദിശ കമ്മിറ്റികളുണ്ട്, എം പിമാർക്ക് അറിയാം, കമ്മിറ്റിയിൽ റിവ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം 15 കോടി വരെ കൂലി മാത്രം കിട്ടുന്ന സാഹചര്യമുണ്ട്. അതായത് തൊഴിലാളിക്ക് കൂലി ഒന്നാലോചിച്ച്, ഒരു 15 കോടി രൂപ, അപ്പോൾ 5 കൊല്ലം കൊണ്ട് 75 കോടി രൂപ നേരിട്ട് തൊഴിലാളികളുടെ കയ്യിലേക്ക് കൂലിയായിട്ട് വരികയാണ്. അത് ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം ഉണ്ടാക്കിയതായിരുന്നു UP. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 2 കാറ്റഗറി ഉണ്ട്. അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സർക്കാർ, കേന്ദ്രത്തിലെ സർക്കാരായാലും കേരളത്തിലെ സർക്കാരും അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയിട്ടില്ല എന്നുള്ള ക്രിട്ടിക്കൽ അനാലിസിസാണ് ഞങ്ങൾക്കുള്ളത്. അത് വെറുതെ വിമർശിച്ചു പോവുകയല്ല, ഞങ്ങൾ അതിൻ്റെ ബദൽ പ്ലാൻ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവർ അർഹിക്കുന്ന തൊഴിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് അടക്കമുള്ള മേഖലകളെ വ്യാപകമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട്, എഡ്യൂക്കേഷനോടൊപ്പം സ്കില്ലും കൂടെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ അർഹതപ്പെട്ട ഒരു തലമുറയെ കൂടി വിദ്യാഭ്യാസത്തോടെ ഉണ്ടാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബദൽ പ്ലാനും കൂടെ നാട്ടിൽ കൊടുക്കും. കേരളത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിനായിരിക്കും. ഞങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് പരിഹാരമുണ്ടാക്കുന്ന നടപടികൾക്കായിരിക്കും.
സർ, 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് എന്ന പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലാതെ ഒരു സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആയിട്ട് തുടരണം എന്നാണ്. പക്ഷേ 80 വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്ന 2 പാർട്ടികളിൽ ഒരെണ്ണം കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി തുടരുന്നു അല്ലെങ്കിൽ തുടരണം എന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഗാന്ധിജി ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു അഭിപ്രായ പഠനത്തെ മുൻനിർത്തിയിട്ടല്ല ഗാന്ധിജിയെ വിലയിരുത്തേണ്ടത്. ഗാന്ധിജി അതിനുശേഷം വ്യക്തമായിട്ട് പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടരുന്നതിൻ്റെ ആവശ്യകത പ്രധാനമന്ത്രിയായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരേണ്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എൻ്റെ പിൻഗാമി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് ഇൻഡിപെൻഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്. ആ മൂവ്മെൻ്റായിട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ലക്ഷ്യബോധത്തോടെ നയിക്കാൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് വേണം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ മൂവ്മെൻറ്റ് തുടരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെക്കുറിച്ചുള്ള വിമർശനം, ആ വിമർശനം ഞങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നുണ്ടായ വിമർശനം പോലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ചിന്താഗതി ഉണ്ടാകുന്നത്. കോൺഗ്രസ് ഇപ്പോഴും സക്രിയമായി പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് എല്ലാ കാലത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ പ്ലൂരാലിറ്റിക്ക് സ്പേസ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന നമ്മുടെ സങ്കല്പമുണ്ടല്ലോ, അത് അല്പമെങ്കിലും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. നമസ്കാരം കെ സി സാർ, ഞാൻ ഡോക്ടർ അഭിജിത്ത്. എന്തെങ്കിലും AICC ജനറൽ സെക്രട്ടറി നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ AICC പ്രസിഡൻറ്റിനെ, അതായത് നമ്മുടെ പാർട്ടി പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ തരൂർ സാർ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പാർട്ടി ഡീൽ ചെയ്ത രീതി വളരെ നല്ലൊരു രീതിയിലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ പോലും എതിരെ കാൻഡിഡേറ്റ് നമ്മൾ പണ്ട് AICC പ്രസിഡൻറ്റിന് വേണ്ടി വെച്ചിട്ട് ഗാന്ധിൻ്റെ കാൻഡിഡേറ്റിനെ പോലും പിന്മാറേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളൊരു പാർട്ടിയാണ് നമ്മുടേത്. എപ്പോഴും ബഹുസ്വരതയുടെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടേത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇനി രാഹുൽ ഗാന്ധിയെക്കാട്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓപ്പോസിറ്റായിട്ടൊരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നടത്താൻ പറ്റില്ലേ? മിനിമം KSUവിൽ പോലും ഇലക്ഷൻ വരുന്ന പിള്ളേരാണ് താഴെയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് AICCയിലും കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് വന്നൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പേ ഇല്ല. ആ പ്രോസസ്സ് നടത്തിയത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനാണ് ഇലക്ഷൻ നടത്തുന്നത്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ PCCകളിൽ നിന്ന് ഡെലിഗേറ്റ് വരുമെന്ന് അവിടെ നോമിനേഷൻ കൊടുക്കുന്നതിന് ആരെയും വിലക്കിയിട്ടില്ല. ഡോക്ടർ ശശി തരൂർ തന്നെ എനിക്കറിയുന്ന കാര്യമാണ്, സോണിയാഗാന്ധിയോട് പോയിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്തോടെ തീർച്ചയായിട്ടും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നോമിനേഷൻ കൊടുത്തത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടാകും. അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ല ചെയ്തത്. കോൺഗ്രസിൻ്റെ പരമോന്നത ബോഡിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മെയിൻ അംഗങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. നേരെ മറിച്ചിട്ട് നിങ്ങൾ പറയുമല്ലോ, ഇപ്പം രാജ്യം ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അവർക്കൊരു പുതിയ പ്രസിഡന്റ് ഇപ്പോൾ വന്ന പ്രോസസ്സ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതെന്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഞങ്ങളെ ചർച്ച ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിമർശനങ്ങളെ നമുക്ക് തിരുത്താനുള്ള അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. ഓക്കെ. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന BJPയുടെ നാഷണൽ പ്രസിഡന്റ്, ഞാൻ ആരെയും വ്യക്തിപരമായി മോശമാക്കാൻ പറഞ്ഞത്, വന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, 2 വർഷമായിട്ട് പ്രസിഡന്റ് വരും, ആർക്കും പരാതിയില്ല. ആ പ്രോസസ്സ് ഇന്ത്യയിലെ ഒരു മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഡെമോക്രസിയെ ഇപ്പം ഞങ്ങൾ KSUവിൽ, യൂത്ത് കോൺഗ്രസ്സിൽ എല്ലാം തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. 100% അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും പരമാവധി സ്ഥലങ്ങളിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിയുടെ വളരെ മുന്നിൽ നയിച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മറ്റ് പാർട്ടികളിലേക്ക് പോയി. വളരെ ദുഃഖകരമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും തോന്നുന്ന പല നേതാക്കൾ പോയി.
ഇതിൽ സംഘടനാപരമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല? ED CBI പോലെയുള്ള മിഷനറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ചട്ടക്കൂട്ടങ്ങളിൽ നിന്ന് ഇവരെ എന്തുകൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല? അല്ല, അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരം പറഞ്ഞു നന്നായി. എന്തായാലും ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരം ഉണ്ടായിരുന്നു. ഞാനതാണ് നേരത്തെ നിഷാദിനോട് ചോദിച്ചത്. ഇവിടെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, എൻ്റെ പാർട്ടി കോൺഗ്രസ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് മുൻപൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എന്നോട് ഇതുപോലൊരു ഇൻ്റർവ്യൂ. ഇന്ത്യ ടുഡേയുടെ നമ്മളെ രാജീവ് സർദേശായിയാണ്. എന്താണ് താങ്കളുടെ ഒരു പാർട്ടിക്കാരനെന്ന എന്താകണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ ത്രിവർണ്ണ പതാക പുതച്ച് കിടന്ന് മരിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. കോൺഗ്രസ് ആകുന്നത് കോൺഗ്രസിൻ്റെ ഐഡിയോളജി വിശ്വസിച്ചിട്ടല്ലേ? എനിക്ക് എൻ്റെ പാർട്ടിയോടുള്ള ഇഷ്ടം എന്താണ്? എനിക്ക് ജിക്കാൻ പറ്റുന്ന ഒരിടം തരുന്ന പാർട്ടി, എൻ്റെ ചിന്താഗതികൾക്ക്, എൻ്റെ മനോവ്യാപാരങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റുന്ന ഒരു പാർട്ടി, അങ്ങനെയാണ് എൻ്റെ പാർട്ടി. ഇത് അവസരം നോക്കി പോകുന്നവർ, ആരെങ്കിലും ഭയപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകുന്നവർ, അവരെ ഓർത്ത് പാർട്ടി വിലപിക്കേണ്ട കാര്യമില്ല. അത് തെറ്റായ ഇത് ഒരാൾ പോകുമ്പോൾ 1000 പേര് വരും. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ നിന്നും അശോക് ചവാൻ പോയി. ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, മഹാരാഷ്ട്ര പോലുള്ളൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അധികാരത്താണ്. അതിനപ്പുറം ഒരു പാർട്ടിക്ക് ചെയ്യാനില്ലല്ലോ. അവസാനം അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ED നോട്ടീസാണ്, അവർ അറസ്റ്റ് ചെയ്യുക ഈ നിമിഷത്തിലും. ആ അശോക് ചവാൻ പോയ നാന്ദേഡിൽ അശോക് ചവാൻ പോയതിന് ശേഷം കോൺഗ്രസിൻ്റെ MP ആണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്നത്. താങ്കൾ മനസ്സിലാക്കണം. അശോക് ചവാൻ പോയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രവർത്തനവും അയാളുടെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ ഈ പോകുന്നവർ ആശയപരമായി പാപ്പരത്തുള്ളവർ അല്ലെങ്കിൽ ഭീരുക്കൾ, ഒരു പ്രത്യയശാസ്ത്രം വിട്ട് വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ ചേരുന്നവർ എടുത്തു നോക്കിയാൽ തരംതിരിക്കാൻ പറ്റുന്നത് ഈ കാറ്റഗറിയിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ ഞങ്ങളിൽ നിന്നും പോയ ഒരു വളരെ പ്രമുഖനായ ഒരു നേതാവ് ഈ പാർട്ടിയിലോട്ട് തിരിച്ചു വരണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. മാളവ്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രൈബൽ ഫേസ് ആയിരുന്നു രാജസ്ഥാനിലെ. താങ്കൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് ഞങ്ങൾ വെച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പറ്റിയ തെറ്റ് ഈ നാറിയ പാർട്ടിയിലോട്ട് പോയതാണെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഞങ്ങൾ ഈ പോകുന്നവരെ ഓർത്ത് വിലപിക്കേണ്ട അവസരമില്ല. പോകുന്നവർ അവൻ്റെ മറുപടി പറയേണ്ടത് അവരാണ്. അത് കാലം തെളിയിക്കുകയും ചെയ്യും. അവരൊക്കെ ചവറ്റുകുട്ടയിലേക്കേ പോവുള്ളൂ. എന്തായാലും എൻ്റെയും നിങ്ങളുടെയും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി വേണുഗോപാൽ സാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നന്ദി വേണുഗോപാൽ സാറിനെ കേൾക്കാൻ വന്നതിലും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചതിലുമൊക്കെ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സെഷൻ ഇവിടെ പൂർത്തിയായതായി അറിയിക്കുന്നു.